ഏവർക്കും നമസ്കാരം. മാവേലിക്കര പെൻ ഫ്രണ്ട്സ് അവതരിപ്പിക്കുന്ന ഗാനാഞ്ജലി 7 സ്വരങ്ങൾ സമാരംഭിക്കുന്നു. 7 സ്വരങ്ങൾ സ്വീകരിച്ച പ്രിയ പ്രേക്ഷകർക്ക് നന്ദി. കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലുമായി നിരവധി പേർ ഈ പരിപാടി ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. നമ്മുടെ കലാകാരന്മാർ വല്ലാത്തൊരു വിഷമത്തിലാണ്. അവരുടെ മനസ്സിന് ആശ്വാസം എന്ന രീതിയിലാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഏവർക്കും നന്ദി. ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്ന കലാകാരി നിത്യ മാവേലിക്കര ചെട്ടികുളങ്ങര സ്വദേശിനിയാണ്. ശാസ്ത്രീയ സംഗീതത്തിൻ്റെ ശക്തമായ സാന്നിധ്യത്തോടുകൂടി നിരവധി വേദികളിൽ പ്രോഗ്രാമുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഭക്തിഗാന സദസ്സുകളിൽ ഏറെ ശ്രദ്ധേയമായ നാമമാണ് നിത്യയുടേത്. സ്വാഗതം നിത്യ വേദിയിലേക്ക്. താങ്ക് യു. എന്ത് തോന്നുന്നു പെൻ ഫ്രണ്ട്സിൻ്റെ വേദി? പെൻ ഫ്രണ്ട്സിൻ്റെ വേദിയിൽ വരാൻ കഴിഞ്ഞത് വളരെ സന്തോഷം. ആദ്യമായി ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരിക്ക് നന്ദി പറയുന്നു. പൂജ എന്നാണ് അവളുടെ പേര്. പുള്ളിക്കാരി പറഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. പിന്നെ ഈ പ്രോഗ്രാമിൻ്റെ ഡയറക്ടേഴ്സായ പ്രേം ചേട്ടൻ, ദിനേശ് ചേട്ടൻ ആൻഡ് പ്രസന്ന ചേട്ടൻ 3 പേർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. തീർച്ചയായിട്ടും ആ 3 പേരുടെ ഒരു വലിയ പ്രയത്നമാണ് പെൻ ഫ്രണ്ട്സിനെ ഏറെ മുമ്പോട്ട് നയിക്കുന്നത്. പ്രേം നായർ കേരളത്തിലെ അറിയപ്പെടുന്ന ഹിന്ദി ഗാനങ്ങൾ ആലപിച്ചിരുന്ന കലാകാരനായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ദിനേശ് ഗോപാൽ കേരളത്തിനും അകത്തും പുറത്തും നിരവധി വേദികളിൽ തബലിസ്റ്റ് എന്ന രീതിയിൽ തൻ്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. SP ബാലസുബ്രഹ്മണ്യം സാറിനോടൊപ്പവും കലാഭവൻ മണിയോടൊപ്പവും നിരവധി വേദികളിൽ അദ്ദേഹം പ്രോഗ്രാമുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. പ്രസന്നകുമാർ അദ്ദേഹം ഉത്തർപ്രദേശിലായിരുന്നു. ആ കാലഘട്ടത്തിൽ കിഷോർജിയോടൊപ്പം നിരവധി വേദികൾ പ്രോഗ്രാമുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അവരുടെ 3 പേരുടെയും ഒരു വലിയ ശക്തമായിട്ടുള്ള സാന്നിധ്യമാണ് പെൻ ഫ്രണ്ട്സിനെ ഏറെ മുമ്പോട്ട് നയിക്കുന്നത്. ഏത് ഗാനമാണ് നമ്മുടെ കല്യാണത്തേന്നില എന്ന് പറഞ്ഞ ഗാനം? മലയാളിയെ സംബന്ധിച്ച് ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല ആ ഗാനത്തിന്. എന്നെന്നും തമിഴക ഗ്രാമീണ ശൈലിയുടെ ഹൃദയത്തുടിപ്പാണ് ഇളയരാജയുടെ സംഗീതം. ഏത് ഭാഷക്കാർക്കും ഇഷ്ടമാണ് രാജാ സാറിൻ്റെ ഈണങ്ങൾ. മൗനം സമ്മതം എന്ന സിനിമ മലയാളിക്ക് ഒരിക്കലും മറക്കാനാവാത്ത സിനിമയാണ്. K. മധു എന്ന സംവിധായകൻ ആദ്യമായി സംവിധാനം ചെയ്ത തമിഴ് ചിത്രം, മലയാളത്തിൻ്റെ മെഗാസ്റ്റാർ മമ്മൂട്ടി ആദ്യമായി അഭിനയിച്ച തമിഴ് ചിത്രം എന്ന വിശേഷങ്ങൾ ഏറെയുണ്ട് ആ സിനിമയ്ക്ക്. ഈ സിനിമയിൽ അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിൽ വരുന്നത് കല്യാണത്തേന്നില എന്ന ഭാവസാന്ദ്രമായ മെലഡിയാണ്. കേൾക്കാം.
ഈ ഗാനം കേൾക്കുമ്പോഴൊക്കെ തന്നെ അതിൻ്റെ ഒരു സീൻ ബൈ സീൻ നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അത്രയേറെ ഹൃദയകാരിയായിട്ടായിരുന്നു ഈ ഗാനം ചിത്രീകരിച്ചിരിക്കുന്നത്. എല്ലാ ഭാവത്തോടും കൂടി തന്നെ നിത്യ ആലപിച്ചിട്ടുണ്ട്. നന്നായി. താങ്ക് യു.